നമസ്കാരം മക്കളെ, 10ാം ക്ലാസ് കെമിസ്ട്രിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ആൽക്കെയിൻസിൽ ഒന്നിൽ കൂടുതൽ ബ്രാഞ്ച് വരാണെങ്കിൽ അവയ്ക്ക് എങ്ങനെ പേരിടാം എന്നുള്ളത് നമ്മൾ നോക്കി അല്ലേ. ഇന്നത്തെ ക്ലാസ് അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. അപ്പോൾ നമ്മൾ എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ തന്നെ ഈ കാണുന്ന വേർഡ് റൂട്ട്സ് അല്ലെങ്കിൽ റൂട്ട് വേർഡ്സ് നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. മെത്തേത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻഡ്, ഹെക്സ്, ഹെപ്റ്റോക്ട്, നണ്ണ്, ഡെക്ക്. ഇതറിയാണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. അപ്പൊ നിർബന്ധമായിട്ടും അത് പഠിച്ചിരിക്കുക. ഓക്കെ, ഇനി ദേ ഇവിടെ ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്, ഒരു ആൽക്കെയിൻ തന്നിട്ടുണ്ട്. അതിന്റെ UPSC നെയിം എഴുതാനായിട്ടാണ് പറഞ്ഞേക്കണേ. അപ്പൊ ഇതിന്റെ UPSC നെയിം എങ്ങനെയാ നമ്മൾ എഴുതുക? നമ്മൾ സാധാരണ പറയണ പോലെ ഇതിൽ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ കണ്ടുപിടിക്കുക. ഏതാണ് ഇതിൽ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ? ഇതാണ് ഇതിലെ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ. സംശയമൊന്നുമില്ലല്ലോ. ബാക്കി വരുന്നതെല്ലാം എന്താന്നാ പറഞ്ഞേ? ബാക്കി വരുന്നതെല്ലാം ബ്രാഞ്ചുകൾ. ബ്രാഞ്ചുകൾ എവിടെ കണ്ടാലും മനസ്സിലൊരു വട്ടം വരച്ചു വെക്കുക, തെറ്റിപ്പോവാണ്ടിരിക്കാനാണ്. അപ്പോൾ ഇതുവരെ ഉള്ളതെല്ലാം കറക്റ്റായി. ഇനി നമ്മൾ എന്താ ചെയ്യാറ്? ലോങ്സ്റ്റ് കാർബൺ ചെയിൻ്റെ പേര് എഴുതും അല്ലേ. ലോങ്സ്റ്റ് കാർബൺ ചെയിൻ്റെ പേര് എഴുതാനായിട്ട് ആ ലോങ്സ്റ്റ് കാർബൺ ചെയിനിൽ എത്ര കാർബൺ ഉണ്ട് എന്ന് നോക്കണം. എത്ര കാർബൺ ഉണ്ട്? 6 കാർബൺ ഉണ്ട്. 6 കാർബൺ ഉള്ള കാരണം നമുക്കതിനെ ഹെക്സ് എന്ന് വിളിക്കാം. ഹെക്സ്. എല്ലാം കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് അല്ലേ മക്കളെ. അത് കാരണം ANE, ഹെക്സെയിൻ. ഹെക്സെയിൻ എന്ന് വിളിക്കാം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യാറ്? ഇനി ബ്രാഞ്ചിന്റെ കാര്യം പറയണല്ലേ. ബ്രാഞ്ചിന്റെ കാര്യം നോക്കി നോക്കിയേ. എടുക്കണ ബ്രാഞ്ചിന്റെ പേര് എങ്ങനെയാ വരാ? ബ്രാഞ്ചിൽ ഒറ്റ കാർബണേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് മെത്ത് എന്ന് വിളിക്കാം. മെത്ത്. ബ്രാഞ്ച് ആയ കാരണം കൊണ്ട് YL, മിഥൈൽ. ഇവിടെയും അങ്ങനെ തന്നെ, ഒറ്റൊരു കാർബണേ ഉള്ളൂ, ബ്രാഞ്ച് ആയ കാരണം YL കൂട്ടി വിളിക്കാം, മിഥൈൽ എന്ന് പറയാം. ഈ 2 ബ്രാഞ്ചുകളും മീഥൈലാണ്. 2 ബ്രാഞ്ചുകളുണ്ട്, അത് രണ്ടും മീഥൈലാണ്. അപ്പൊ നമുക്ക് ഡൈമീഥൈൽ എന്ന് വിളിക്കാം. ഡൈമീഥൈൽ. ഡൈമീഥൈൽ ഹെക്സെയിൻ. കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. ഇനി എന്താ ബാക്കിയുള്ളത്? ആ ബ്രാഞ്ചുകളുടെ പൊസിഷൻ പറയണല്ലേ. ബ്രാഞ്ചുകളുടെ പൊസിഷൻ എങ്ങനെയാ പറയാ? നമുക്ക് ലെഫ്റ്റിന്നും റൈറ്റിന്നും നമ്പർ ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ലെഫ്റ്റിന്ന് നമ്പർ ചെയ്ത് നോക്കാം. 1 2 3 4. ലെഫ്റ്റിന്ന് നമ്പർ ചെയ്തപ്പോൾ ആദ്യത്തെ ബ്രാഞ്ച് വരുന്നത് 2ാമത്തെ പൊസിഷനിൽ, 2ാമത്തെ ബ്രാഞ്ച് വരുന്നത് 4ാമത്തെ പൊസിഷനിലാണ്. റൈറ്റിന്ന് നമ്പർ ചെയ്ത് നോക്കിയേ. 1 2 3 4 5. ബ്രാഞ്ചുകൾ വരുന്നത് 3ാമത്തേലും 5ാമത്തെ പൊസിഷനിലുമാണ് ബ്രാഞ്ച് വരുന്നത്. ഇതിലേത് പൊസിഷനാണ് നമ്മൾ ചൂസ് ചെയ്യുക? നോക്കിയേ, ആദ്യത്തെ 2 കൂട്ടി നോക്കാം, ഉത്തരം 6 കിട്ടും. 3ഉം 5ഉം കൂടി കൂട്ടിയാൽ ഉത്തരം 8 കിട്ടും. നമ്മളെപ്പോഴും ചെറുതാണ് എടുക്കാറ് പൊസിഷന്റെ കേസിൽ അല്ലേ. ഇപ്പൊ ഇവിടുത്തെ പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ എടുക്കേണ്ടത് 2 4 ആണ് നമ്മൾ എടുക്കേണ്ടത്. 2 4. അപ്പൊ കോമ്പൗണ്ടിന്റെ പേര് എന്ത് വരും മക്കളെ? 2 4 ഹൈഫൻ ഇടാൻ മറക്കരുത്. 2 4 ഡൈമീഥൈൽ ഹെക്സെയിൻ എന്നാണ് ഈ കിടക്കുന്ന കോമ്പൗണ്ടിന്റെ പേര്. ഇനി നമുക്കൊരു IUPAC നെയിം തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ ഇതിന്റെ സ്ട്രക്ചർ വരയ്ക്കണം. സ്ട്രക്ചറൽ ഫോർമുല എഴുതാ എന്നൊക്കെ പറഞ്ഞു ചോദിക്കും. എങ്ങനെ നമ്മൾ സ്ട്രക്ചർ വരയ്ക്കുക? നോക്കിയേ, ആദ്യം തന്നെ ഈ പേര് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഇതിന്റെ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ എന്ന് പറയുന്നത് പെൻറ്റെയിൻ ആണ് എന്ന് നമുക്ക് മനസ്സിലാവും അല്ലെ. ലോങ്സ്റ്റ് കാർബൺ ചെയിൻ എന്ന് പറയുന്നത് പെൻറ്റെയിൻ ആണ്. അതിൽ ബ്രാഞ്ച് ആയിട്ട് ആരുള്ള? ബ്രാഞ്ച് ആയിട്ടുള്ളത് മീഥൈൽ ഗ്രൂപ്പാണ്. മീഥൈൽ ഗ്രൂപ്പാണ്. നമ്മുടെ ഇതിലെ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ എന്ന് പറയുന്നത് പെൻറ്റെയിൻ ആണ്. ബ്രാഞ്ച് ആയിട്ട് കിടക്കുന്നത് മീഥൈലാണ്. എത്ര മീഥൈലുകൾ ഉണ്ട് മക്കളെ? എത്ര മീഥൈൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്? ട്രൈമീഥൈൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. 3 മീഥൈൽ ഗ്രൂപ്പുകളുണ്ട്. അവ എവിടെയൊക്കെയാ വന്നേക്കണേ? 2ാമത്തെ പൊസിഷനിൽ 2 മീഥൈൽ വന്നിട്ടുണ്ട്. 3ാമത്തെ പൊസിഷനിൽ 1 മീഥൈൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. കാര്യം മനസ്സിലായി? നമ്മളിനി വരച്ചു നോക്കുമ്പോൾ കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. നമ്മുടെ വലിയ ചെയിൻ എന്ന് പറയുന്നത്, വലിയ കാർബൺ ചെയിനെയാണ് നമ്മൾ ഇവിടെ പെൻറ്റെയിൻ എന്ന് പറയണേ അല്ലേ. അതായത് നമ്മുടെ പേര് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി വലിയ കാർബൺ ചെയിന് ഉദ്ദേശിച്ചിരിക്കുന്നത് പെൻറ്റെയിൻ ആണ്. ഇവിടെ പെൻറ്റ് എന്ന് പറയുമ്പോൾ 5 കാർബൺ, 1 2 3
5. പെന്റ് എയിനാണ്, എയിനാണ്. അപ്പൊ എല്ലാം കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടുകൾ, എല്ലാം കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടുകൾ. ഇനി നോക്കിയേ, ഇവിടെ ബ്രാഞ്ച് ആയിട്ട് വരുന്നത് മീഥെയിലാണ്, മീഥെയിൽ ഗ്രൂപ്പുകളാണ്. അതായത് ഇങ്ങനെ നിൽക്കണ CH3 ഗ്രൂപ്പാണ് ഇവിടെ വന്നിക്കണേ. ഇതിനെയാണ് നമ്മൾ മീഥെയിൽ എന്ന് വിളിക്കുക, അല്ലേ? ഇനി മീഥെയിൽ ഗ്രൂപ്പുകളുടെ പൊസിഷൻ എവിടെയാ വരണേ? രണ്ടാമത്തെ പൊസിഷനിൽ 2 മീഥെയിൽ ഗ്രൂപ്പ് വന്ന് നിൽക്കുന്നുണ്ട്, അല്ലെ? പേര് നോക്കിയാൽ അറിയാം. അതേപോലെ തന്നെ മൂന്നാമത്തെ പൊസിഷനിൽ 1 മീഥെയിൽ ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെ 3 മീഥെയിൽ ഗ്രൂപ്പ്. ഇതാണ് അതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത്. ഈ പൊസിഷൻ എവിടെ നിന്നാ നോക്കണ്ടേ? എവിടെ നിന്ന് വേണമെങ്കിലും നോക്കാം. ഒന്നില്ലെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് നോക്കാം, റൈറ്റിൽ നിന്ന് നോക്കാം. ഞാനിപ്പോൾ തൽക്കാലം റൈറ്റിൽ നിന്ന് നോക്കാണ്. റൈറ്റിൽ നിന്ന് നോക്കുമ്പോൾ രണ്ടാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ ഒരു മീഥെയിൽ ഗ്രൂപ്പ് നിൽക്കണ്. ഇവിടെ ഒരു മീഥെയിൽ ഗ്രൂപ്പ് നിൽക്കുന്നു. ഇവിടെയും ഒരു മീഥെയിൽ ഗ്രൂപ്പ് നിൽക്കുന്നുണ്ട്. അപ്പൊ 2 മീഥെയിൽ ആയിട്ടുണ്ട്. ഇനി ഒരു മീഥെയിലും കൂടി വരും. എവിടെയാ വരാ? മൂന്നാമത്തെ പൊസിഷനിൽ. മൂന്നാമത്തെ പൊസിഷനിൽ മീഥെയിൽ ഗ്രൂപ്പ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാ? ഇനി ചെയ്യേണ്ടത് എളുപ്പമുള്ള കാര്യമാണ്. ബാക്കിയുള്ള കാർബണിന്റെ വാലൻസി ഒന്ന് ശരിയാക്കി കൊടുക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് എങ്ങനെയാന്നുള്ളത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായി. അതുകൊണ്ട് ഇന്ന് നമ്മൾ സമയം കളയണില്ല. അതേ നോക്ക്, ഇവിടത്തെ എച്ചിന്റെ എണ്ണം 3 H കൊടുത്താൽ മതിയാവും, അല്ലേ? ഇവിടെ H2 മതിയാവും, ഇവിടെ 1 H മതിയാവും, ശരിയല്ലേ? ഇവിടെ H ചേർക്കേണ്ട ആവശ്യമുണ്ടോ? H ചേർക്കേണ്ട ആവശ്യമുണ്ടോ? കാർബണിന്റെ വാലൻസി എന്ന് പറയുന്നത് 4. അതായത് കാർബണ് ചുറ്റും 4 ബോണ്ടുകൾ മതി, 4 വരകൾ മതി. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കാർബണ് ചുറ്റും 4 വരകൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ H ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ കാർബണുമ്പോ നോക്കിയേ, ഈ കാർബണുമ്പോ ഒറ്റ വരയെ കാണാൻ പറ്റണുള്ളൂ, അല്ലെ? കാർബണ് ചുറ്റും നോക്കി കഴിഞ്ഞാൽ ഒറ്റ വരയെ കാണാൻ പറ്റണുള്ളൂ. അങ്ങനെ നിന്നാ പോരാ, അങ്ങനെ നിന്നാ പോരാ. നമ്മളൊരു 3 H കൂടി ആഡ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാർബണ് ചുറ്റും 4 വരകൾ നമുക്ക് കാണാം. കഴിഞ്ഞ ക്ലാസ് കാണാത്തവരാണ് എന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, നമ്മൾ ഇതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിന് തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇനി അടുത്ത ഒരു കോമ്പൗണ്ട് നോക്കി, അതിന്റെ IUPAC നെയിം നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണ് അതിന്റെ IUPAC നെയിം. 3,3-ഡൈഇഥൈൽ ഹെക്സെയിൻ എന്നാണ് നമുക്ക് തന്നേക്കണ IUPAC നെയിം. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഹെക്സെയിൻ എന്നുള്ളതാണ് നമ്മുടെ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ, അല്ലെ? ഹെക്സെയിൻ, ഹെക്സ് എന്ന് പറയുമ്പോൾ 6 കാർബൺ. നോക്കിക്കോ, 1 2 3 4 5 6, 6 കാർബൺ. ഹെക്സ് എയിൻ ആണ്, അല്ലെ? ANE ആണ്. അതുകൊണ്ട് കാർബൺ കാർബൺ എല്ലാം സിംഗിൾ ബോണ്ടുകൾ, സിംഗിൾ ബോണ്ടുകൾ, സിംഗിൾ ബോണ്ടുകൾ. ഇനി ആരാ ബ്രാഞ്ച് ആയിട്ട് വന്നേക്കണേ? ഈഥെയിൽ ഗ്രൂപ്പാണ് ബ്രാഞ്ച് ആയിട്ട് വന്നേക്കണേ. ഡൈ ഈഥെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 വട്ടം ഈഥെയിൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. ഏതാ ഈഥെയിൽ എന്ന് പറയുന്നത്? CH2 CH3 ആണ് ഈഥെയിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. CH2 CH3 ഇത് എവിടെയൊക്കെയാ വന്നേക്കണേ? 2 ഈഥെയിലുകളും വന്നിക്കുന്നത് മൂന്നാമത്തെ പൊസിഷനിലാണ്. പൊസിഷൻ എവിടെ നിന്ന് വേണമെങ്കിലും നോക്കാം. ഞാൻ തൽക്കാലം റൈറ്റിൽ നിന്ന് നോക്കാണ്. അപ്പൊ മൂന്നാമത്തെ പൊസിഷൻ എന്ന് പറയുമ്പോൾ ഈ കാർബണിനെയാണ് വരാ. ഈ കാർബൺ നോക്കിയേ, CH2 CH3. ഒരു ഈഥെയിൽ ഗ്രൂപ്പിനെ ഞാൻ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതേ പൊസിഷനിൽ തന്നെ ഒരു ഈഥെയിലും കൂടി വരുന്നുണ്ട്, CH2 CH3. ഇനി എന്ത് ചെയ്യുക? ബാക്കിയുള്ള കാർബണിന്റെ വാലൻസി ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ CH3 വരും, ഇവിടെ H2 ആണ് വരാ, CH2. ഇവിടെ എത്ര H വരും? 2 H വരും. ഇവിടെ എത്ര H വരും? 2 വരകൾ ഇതിന് ചുറ്റുണ്ട്. 2 വരയും കൂടി ആയാൽ മൊത്തം 4 വരയാവും. അപ്പൊ CH2 മതിയാവും. ഇവിടെ നോക്കിയേ, CH3 വേണം, CH3. അപ്പൊ ഇതാണ് നമ്മുടെ 3,3-ഡൈഇഥൈൽ ഹെക്സെയിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു.
ഇനി നോക്കിയേ, നമുക്ക് ഇവിടെ ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്, എന്നിട്ട് അതിന്റെ IUPAC നെയിം എഴുതണം. ഇത് പല കുട്ടികളും തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അവര് നമ്മൾ സാധാരണ ചെയ്യണ പോലെ ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ എടുക്കും. അപ്പൊ കുട്ടികൾ നിങ്ങൾ എടുക്കുമ്പോൾ പലരും തെറ്റിയിട്ട് ഇതാണ് ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ എന്ന് വിചാരിക്കും. പക്ഷെ ഇതല്ല നമ്മുടെ ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ. നിങ്ങളൊന്ന് നോക്കിയേ, ഇപ്പൊ ഞാൻ ഇതാണ് ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ എന്നെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര കാർബൺ വരും? ലോങ്ങസ്റ്റ് കാർബൺ ചെയിനിൽ 4 കാർബൺ വരും അല്ലെ? ഇതിലും വലിയൊരു ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ അല്ലെങ്കിൽ ഇതിലും വലിയൊരു ചെയിൻ ഞാൻ കണ്ടുപിടിച്ചിട്ടെ. അതെ, നോക്കിക്കോ, 1 2 3 4 5. ഇതാണ് നമ്മുടെ ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ. നേരത്തെ നമ്മൾ എടുത്തതിൽ 4 കാർബണേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ? ഇവിടെ നമ്മൾ പുതിയതായിട്ട് നമ്മളൊന്നും കൂടി സൂക്ഷ്മമായിട്ട് നോക്കിയപ്പോൾ നമുക്ക് വലിയൊരു കാർബൺ ചെയിൻ കിട്ടി, അതിലും വലിയ കാർബൺ ചെയിൻ കിട്ടി അല്ലെ? ഇതാണ് നമ്മുടെ ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ. ബാക്കി വരുന്നതെല്ലാം എന്താണ്? ബാക്കി വരുന്നതെല്ലാം ബ്രാഞ്ചുകൾ കണ്ടു, ഞാൻ വട്ടം വരച്ചു വെച്ചു. ഈ നോക്കിയേ, ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന പരിപാടിയില്ല. ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ്റെ പേര് എഴുതണം. പേരെന്തായിരിക്കും വരാ? 1 2 3 4 5. 5 കാർബൺ ഉണ്ട്, അപ്പൊ പെൻഡ് എന്ന് വരും. പെൻഡ് എല്ലാം കാർബൺ സിംഗിൾ ബോണ്ട് ആണ്, അത് കാരണം പെൻഡെയിൻ എന്ന് വരും. ഇനി നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, മീഥൈൽ ഗ്രൂപ്പുകളാണ് ബ്രാഞ്ച് ആയിട്ട് വന്നിട്ടുള്ളത്. ഇവിടെയും മീഥൈൽ ഗ്രൂപ്പാണ്. 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, അതുകൊണ്ട് ഡൈമീഥൈൽ പെൻഡെയിൻ എന്ന് വിളിക്കാം. ഡൈമീഥൈൽ പെൻഡെയിൻ എന്ന് വിളിക്കാം. കഴിഞ്ഞോ? ഇല്ല, പൊസിഷൻ പറയണം അല്ലെ? എങ്ങനെയാ പൊസിഷൻ പറയാ? ഇവിടെ നിന്ന് എണ്ണി നോക്കിയാലും ബ്രാഞ്ചുകൾ വരുന്നത് 3ാമത്തെ കാർബണിലാ, 3ാമത്തെ പൊസിഷനിലാ. അപ്പൊ നമുക്ക് എന്ത് പറയാം? 3 3 ഹൈഫൺ ഡൈമീഥൈൽ പെൻഡെയിൻ എന്നാണ് ഈ കോമ്പൗണ്ടിന്റെ പേര്. 3 3 ഡൈമീഥൈൽ പെൻഡെയിൻ. ഇവിടെ ഒരു 3 മാത്രം എഴുതി വെക്കരുത് കേട്ടാ. നമ്മള് ബ്രാഞ്ചിന്റെ പൊസിഷൻ പറയുമ്പോൾ 2 ബ്രാഞ്ചിന്റെയും പൊസിഷൻ നമ്മൾ പറയണം. 2 മീഥൈൽ ഗ്രൂപ്പിന്റെയും പൊസിഷൻ നമ്മളിവിടെ പറയണം. അതിനാണ് നമ്മൾ 2 3 ഇട്ട് കൊടുത്തത്. കാരണം 2 മീഥൈൽ ഗ്രൂപ്പുകളും വരുന്നത് ഒരേ പൊസിഷനിലാണ്, 3ാമത്തെ കാർബണിലാണ് 2 മീഥൈലുകളും വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ കോമ്പൗണ്ടിന്റെ പേര് 3 3 ഡൈമീഥൈൽ പെൻഡെയിൻ. ശരി, ഇനി നമ്മൾ അടുത്തൊരു ഭാഗത്തേക്ക് കിടക്കാണ്. നോമൻക്ലേച്ചർ ഓഫ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്. എന്താണ് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ, എന്താണ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ എന്നൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായി. എന്നാൽ ഒന്നും കൂടി സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോകാർബൺ എന്ന് പറഞ്ഞാൽ ഒരു ഹൈഡ്രോകാർബണിൽ കാർബൺ സിംഗിൾ ബോണ്ട് മാത്രമുള്ള എന്ന് വിചാരിക്കുക. കാർബൺ സിംഗിൾ ബോണ്ടുകൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കും. അത്തരം ഹൈഡ്രോകാർബൺസിനെയാണ് നമ്മൾ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ എന്ന് പറയുക. ഒരു ഹൈഡ്രോകാർബണിൽ കാർബൺ സിംഗിൾ ബോണ്ടുകൾ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് എന്ന് പറയുക. അപ്പൊ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ അല്ലാത്ത ടീംസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോകാർബൺസ് എന്ന് പറയുക. അതായത് ഒരു ഹൈഡ്രോകാർബണിൽ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഒക്കെ വരാണെങ്കിൽ, കാർബൺ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഒക്കെ വരാണെങ്കിൽ അവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോകാർബൺസ് എന്ന് വിളിക്കുക. അവരുടെ പേരിടലാണ്, അവരുടെ നോമൻക്ലേച്ചർ ആണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോണേ. ഇത് നോക്കിക്കോ, എളുപ്പമാണ് കേട്ടോ, എളുപ്പമാണ്. നമ്മൾ സാധാരണ നോക്കണ പോലെ തന്നെ. ഇതിവിടെ ഇപ്പോൾ ബ്രാഞ്ച് ഒന്നുമില്ല. നമ്മുടെ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ തന്നെ. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 4 കാർബൺ ഉള്ളതിനെ നമ്മൾ ബ്യൂട്ട് എന്ന് വിളിക്കും അല്ലെ? ബ്യൂട്ട് എന്ന് വിളിക്കും. കാർബൺ എല്ലാം സിംഗിൾ ബോണ്ടുകളല്ല, ഡബിൾ ബോണ്ട് ആണ് വന്നിക്കണേ. ഡബിൾ ബോണ്ട് വന്നാൽ ENE കഴിഞ്ഞിട്ടില്ല. ഈ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഒക്കെ വരാണെങ്കിൽ അവരുടെ പൊസിഷൻ നമ്മൾ പറയണം.
എങ്ങനെയാ പൊസിഷൻ പറയാ? ഡബിൾ ബോണ്ട് സ്റ്റാർട്ട് ചെയ്യണ കാർബണിന്റെ പൊസിഷനാണ് നമ്മൾ നോക്കുക. ഡബിൾ ബോണ്ട് സ്റ്റാർട്ട് ചെയ്യണ കാർബണിന്റെ പൊസിഷൻ അതിൽ തന്നെ നമുക്ക് നമ്മൾ പറയാറുള്ള പോലെ ലെഫ്റ്റിന്നും നോക്കാം, റൈറ്റിന്നും നോക്കാം പൊസിഷൻ. ഞാനിപ്പോ റൈറ്റിന്ന് നോക്കാന്ന് വിചാരിക്കും. ഇപ്പൊ 1 2 3 ഇത് നോക്കിയാൽ മതി. ഇവിടെ നിന്നല്ലേ ഡബിൾ ബോണ്ട് തുടങ്ങണേ. അപ്പൊ ഈ പൊസിഷൻ നോക്കിയാൽ മതി. അപ്പൊ റൈറ്റിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ വരുന്നത് 3ാമത്തെ കാർബണിലാണ്, അല്ലെങ്കിൽ പൊസിഷൻ എന്ന് പറയുന്നത് 3 ആണ്. ഇനി നമുക്ക് ലെഫ്റ്റിന്ന് നോക്കിക്കൂടെ. ലെഫ്റ്റിന്ന് നോക്കുമ്പോൾ 1 പൊസിഷൻ എന്ന് പറയുന്നത്. 1ാമത്തെ കാർബണിൽ നിന്ന് തന്നെ ഡബിൾ ബോണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ ലെഫ്റ്റിന്ന് നോക്കുമ്പോൾ പൊസിഷൻ 1. ഇതിൽ ഏത് പൊസിഷനാ എടുക്കുക? ചെറിയ പൊസിഷൻ, പറയാറുള്ള പോലെ തന്നെ ചെറിയ പൊസിഷൻ. അപ്പൊ ബ്യൂട്ട് ഈ ഡബിൾ ബോണ്ട് വരുന്നത് ഏത് പൊസിഷനിലാ? 1ാമത്തെ പൊസിഷനിൽ. ബ്യൂട്ട് 1 എന്ന് പറയും. ഈ 1നെ നമ്മളൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കാണിക്കണം. 1ന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഹൈഫൺ ഇട്ട് കൊടുക്കുക. ബ്യൂട്ട് 1 എന്നാണ് ഈ കോമ്പൗണ്ടിന്റെ പേര്. ഓക്കെ, അടുത്തതും കൂടി പറയുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാവും. പിന്നെ ഇതിൽ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. മോളിക്യുലാർ ഫോർമുല എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. എന്ത്? മോളിക്യുലാർ ഫോർമുല. ഇപ്പൊ ഈ തന്നിക്കണ കോമ്പൗണ്ടിന്റെ മോളിക്യുലാർ ഫോർമുല എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതാം? ഒന്നുമില്ല, എത്ര കാർബൺ ആറ്റങ്ങൾ ഉണ്ടെന്ന് നോക്കാം. ശരിക്കും പറയുകയാണെങ്കിൽ എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കാം. എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ ഉണ്ട് അല്ലേ. അപ്പോൾ C4 എന്ന് എഴുതാം. C4 4 കാർബൺ ഉണ്ട്. ഇനി എത്ര ഹൈഡ്രജൻ ഉണ്ടെന്ന് നോക്കാം. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 3 4 5 6 7 8 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ C4H8 എന്ന് പറയുന്നതാണ് ഈ കോമ്പൗണ്ടിന്റെ മോളിക്യുലാർ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ. അടുത്തൊരു അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു ഹൈഡ്രോ കാർബൺ തന്നിട്ടുണ്ട്. അവയ്ക്ക് എങ്ങനെ പേരിടൽ നമ്മൾ സാധാരണ പറയുന്ന പോലെ ഈ ചെയിനിൽ എത്ര കാർബൺ ഉണ്ട് എന്ന് നോക്കാം. 1 2 3 4 4 കാർബൺ ഉണ്ട് അല്ലെ. 4 കാർബൺ ഉള്ളതിനെ നമ്മൾ ബ്യൂട്ട് എന്ന് വിളിക്കും. ബ്യൂട്ട് സാധാരണ പരിപാടി തന്നെ, ബ്യൂട്ട് എന്ന് വിളിക്കും. കാർബൺ ഡബിൾ ബോണ്ട് വന്നിട്ടുണ്ട്. അത് കാരണം ENE കഴിഞ്ഞിട്ടില്ല. പൊസിഷൻ പറയണം. ഇവിടെ നിന്ന് ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് നമ്പർ ചെയ്താലും കിട്ടാൻ പോണ പൊസിഷൻ സെയിം ആയിരിക്കും. നിങ്ങളൊന്ന് നോക്കിക്കോ. 1 2 ഇവിടെ നിന്ന് നമ്പർ ചെയ്യുമ്പോൾ 2ാമത്തെ കാർബൺ ആണ് പൊസിഷൻ ആയിട്ട് വരാം. ഇവിടെ നിന്ന് നമ്പർ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ. അപ്പൊ നമുക്ക് എന്ത് ചൂസ് ചെയ്യാം? 2 തന്നെയാണ് 2 സ്ഥലത്തും വരാ. അപ്പൊ ബ്യൂട്ട് 2 എന്നാണ് ഈ ഒരു കോമ്പൗണ്ടിന്റെ പേര്, അല്ലെങ്കിൽ ഈ ഒരു ഹൈഡ്രോ കാർബണിന്റെ പേര് എന്ന് പറയുന്നത് ബ്യൂട്ട് 2 എന്നാണ്. കാര്യം മനസ്സിലായി? ഇനി ഈ കോമ്പൗണ്ടിന്റെ മോളിക്യുലാർ ഫോർമുല ഒന്ന് നിങ്ങൾ നോക്കിയേ. മോളിക്യുലാർ ഫോർമുല എങ്ങനെ എഴുതാം? കാർബൺ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം. അപ്പൊ C4 എന്ന് എഴുതാം. ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ട് എന്നൊന്ന് എണ്ണി നോക്കിയേ. 8 എണ്ണം ഉണ്ടാവും. അപ്പൊ C4H8 എന്നാണ് ഇതിന്റെ മോളിക്യുലാർ ഫോർമുല എന്ന് പറയുന്നത്. ഇനി നിങ്ങളൊന്ന് നോക്കിയേ. ഈ കോമ്പൗണ്ടിന്റെയും പിന്നെ നമ്മൾ മുകളിൽ കണ്ട ഈ ഒരു കോമ്പൗണ്ടിന്റെയും മോളിക്യുലാർ ഫോർമുല സെയിം ആണ്. പക്ഷെ എന്താ വ്യത്യാസം? ഇവിടെ ഡബിൾ ബോണ്ടിന്റെ പൊസിഷനിൽ വ്യത്യാസം ഉണ്ട് അല്ലെ. ഈ കോമ്പൗണ്ടില് ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ വന്നിക്കുന്നത് 1ാമത്തെ കാർബണിലാണ്. ഈ കോമ്പൗണ്ടിൽ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ വന്നിക്കുന്നത് 2ാമത്തെ കോമ്പൗണ്ടിലാണ്. ഡബിൾ ബോണ്ടിന്റെ പൊസിഷനിലാണ് വ്യത്യാസം. മോളിക്യുലാർ ഫോർമുല സെയിം ആണ്. ഈ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഈ കോമ്പൗണ്ട് ഒന്ന് നോക്കിയേ. ഇതില് ഇതാണ് നമ്മുടെ ചെയിൻ എന്നൊക്കെ പറയുന്നത്. ഇതിൽ എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5. അതായത് മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്.
ഇപ്പൊ പെൻഡ് എന്ന് എഴുതാം. പെൻഡ് നോക്കിക്കോ, പെൻഡ് എന്ന് എഴുതാം. ഡബിൾ ബോണ്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇ. ഇനി ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ ഞാനിപ്പോ ഇവിടെ നിന്ന് എണ്ണാന്ന് വിചാരിക്കുക. അപ്പൊ 1 2 3 മൂന്നാമത്തെ പൊസിഷനിലാണ് ഡബിൾ ബോണ്ട് സ്റ്റാർട്ട് ചെയ്യണേ. ഇനി റൈറ്റിൽ നിന്ന് എണ്ണി നോക്കിയേ, 1 2 രണ്ടാമത്തെ പൊസിഷനിൽ ഡബിൾ ബോണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ 2 എന്നുള്ള പൊസിഷനാണ് എടുക്കുക. അപ്പൊ പെൻഡ് 2 എന്ന് വരും. ആ 2ന് ചുറ്റും അപ്പുറത്തായിട്ട് 2ന് അപ്പുറത്തായിട്ട് ഹൈഫൺ ഇട്ട് കൊടുക്കുക. ഈ പെൻഡ് 2 എന്നാണ് ഈ ഹൈഡ്രോ കാർബണിന്റെ പേര് വരുന്നത്. ഇനി ഇതൊന്ന് നോക്കി നോക്കിയേ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അത് ഇതാണ് നമ്മുടെ കാർബൺ ചെയിൻ എന്ന് പറയുന്നത്. 1 2 3 4 4 കാർബൺ ഉണ്ട്. 4 കാർബൺ ഉള്ള കാരണം നമുക്ക് ബ്യൂട്ട് എന്ന് വിളിക്കാം. കാർബൺ സിംഗിൾ ബോണ്ട് ആണോ? അല്ല. ഡബിൾ ബോണ്ട് ആണോ? അല്ല. ട്രിപ്പിൾ ബോണ്ട് ആണ് അല്ലേ? ഇപ്പൊ YNE കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. ഇനി എന്താ നോക്കണ്ടേ? പൊസിഷൻ നോക്കണം. ഉറപ്പായിട്ടും ഇവിടെ നിന്ന് എണ്ണിയാലായിരിക്കും പൊസിഷൻ കറക്റ്റ് ആവുക. നോക്കുമ്പോ ഒന്നാമത്തെ കാർബണിൽ തന്നെ ട്രിപ്പിൾ ബോണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ? ഇപ്പൊ ബ്യൂട്ട് 1 എന്നാണ് ഈ കോമ്പൗണ്ടിന്റെ പേര് വരാ. ബ്യൂട്ട് 1 YNE. ഇനി നമ്മുടെ ടെക്സ്റ്റിലുള്ള ഒരു ടേബിൾ നോക്കിക്കോ. ഈ കോമ്പൗണ്ടിന്റെ പേര് IUPAC പേര് എങ്ങനെ വരാ? നെയിം എങ്ങനെ വരാ? ഇതാണ് നമ്മുടെ ചെയിൻ. 1 2 3 എന്ന് വരുമ്പോ 3 കാർബൺ ഉണ്ട്. 3 കാർബൺ വരുമ്പോ പ്രൊപ്പ് എന്ന് വരും അല്ലേ? PROP. ഡബിൾ ബോണ്ട് ആണ്, അതുകൊണ്ട് ENE എന്ന് വരും. ENE. ഇനി ഈ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ എവിടെയായിരിക്കും? ഇവിടെ നിന്ന് എണ്ണി നോക്കിയാലായിരിക്കും കറക്റ്റ്. ഒന്നാമത്തെ കാർബണുമ്പോ തന്നെ വരുന്നുണ്ട്. ഡബിൾ ബോണ്ട് വരുന്നുണ്ട്. അപ്പോൾ പൊസിഷൻ എന്ന് പറയുന്നത് പ്രൊപ്പ് 1E എന്ന് പറയാം. പ്രൊപ്പ് 1E. ഓക്കെ. ഇനി ഹെക്സ് 2Eന്റെ സ്ട്രക്ചർ വരയ്ക്കണം. എങ്ങനെ സ്ട്രക്ചർ വരയ്ക്കുക? ഹെക്സ് എന്ന് പറയുമ്പോ എത്ര കാർബണാണ്? ഹെക്സ് എന്ന് പറയുമ്പോ 6 കാർബണാണ് അല്ലെ? ഞാൻ താഴെ വരയ്ക്കുന്നുണ്ട് 6 കാർബൺ. 1 2 3 4 5 6 6 കാർബണായി. എവിടെയാണ് ഡബിൾ ബോണ്ട് വരണേ? ഡബിൾ ബോണ്ട് ആണെന്ന് നമുക്ക് മനസ്സിലായി. ENE കണ്ടുകൊണ്ട് ഡബിൾ ബോണ്ട് ആണ് എന്ന് മനസ്സിലായി. എവിടെയാ വരണേ? രണ്ടാമത്തെ കാർബൺ തൊട്ട് തുടങ്ങും അല്ലെ? ഞാനിപ്പോ റൈറ്റിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും നോക്കാം. നിങ്ങൾക്ക് റൈറ്റിൽ നിന്ന് നോക്കാം, അല്ലെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് എടുക്കാം പൊസിഷൻ. ഞാനിപ്പോ തൽക്കാലം റൈറ്റിൽ നിന്ന് എടുക്കുകയാണ്. അപ്പൊ റൈറ്റിൽ നിന്ന് എടുക്കുമ്പോ അവര് പറഞ്ഞ പ്രകാരം പേര് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണത് രണ്ടാമത്തെ കാർബണിൽ നിന്നാണ് ഡബിൾ ബോണ്ട് സ്റ്റാർട്ട് ചെയ്യണത്. ഇനി ഉള്ളതെല്ലാം എന്തായിരിക്കും? സിംഗിൾ ബോണ്ട് ആയിരിക്കും. ശരിയല്ലേ? ബാക്കിയുള്ളതെല്ലാം എന്തായിരിക്കും? സിംഗിൾ ബോണ്ടുകളായിരിക്കും. ഇനി എന്ത് ചെയ്യാ? കാർബണിന്റെ വാലൻസിക്ക് അനുസരിച്ച് എന്തിട്ട് കൊടുക്കുക? ഹൈഡ്രജൻ ഇട്ട് കൊടുക്കുക. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി സ്ട്രക്ചർ രൂപത്തിൽ എക്സ്പാൻഡ് ചെയ്ത് ഞാൻ വരയ്ക്കുന്നുണ്ട്. ഹൈഡ്രജൻ ഇട്ട് കൊടുത്തു. കാർബണ് ചുറ്റും ഇപ്പൊ 4 ബോണ്ടായി. കണ്ട 4 ബോണ്ടായി. കറക്റ്റ് അല്ലേ? ഇനി അടുത്ത കാർബൺ നോക്കുക. അടുത്ത കാർബണ് ചുറ്റും എത്ര ബോണ്ട് വേണം? 4 ബോണ്ട് വേണം. നോക്കിക്കോ 4 ബോണ്ട്. 4 ബോണ്ടായില്ലേ? ഈ കാർബണ് ചുറ്റും 2 ബോണ്ടേ ഉള്ളൂ. 2 വരകളെ കാണാനുള്ളൂ. നമുക്ക് 4 വരകൾ കാണണം. കാർബണ് ചുറ്റും 4 വരകൾ കാണണം. ഇനി ഇവിടെ നോക്കി ഈ കാർബൺ നോക്കി. ഈ കാർബണ് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ 3 വരകൾ കാണാൻ പറ്റും. 3 ബോണ്ടുകൾ കാണാൻ പറ്റും. ഇനി എത്ര ബോണ്ടും കൂടി മതി? 1 ബോണ്ട് കൂടി മതി. ഒരു ഹൈഡ്രജൻ ചേർത്താൽ മതിയാവും. 1 ഹൈഡ്രജൻ.
ഇവിടെ നോക്കിയേ, ഇവിടെയാണെങ്കിലും കാർബണ് ചുറ്റും 3 വരകളുണ്ട്, 3 ബോണ്ടുകളുണ്ട്. അപ്പൊ ഈ കാർബണിനും ഒരു ഹൈഡ്രജൻ കൊടുത്താൽ മതിയാവും. അപ്പൊ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാർബണ് ചുറ്റും 4 ബോണ്ട് കാണാം. അപ്പൊ കാർബണിന്റെ വാലൻസി കറക്റ്റായി. ഇവിടെ നോക്കുകയാണെങ്കിലും നമ്മൾ ദേ 4 വരകൾ വേണം. ദേ ഇപ്പൊ കാർബണ് ചുറ്റും 4 വരകളായി. ഹൈഡ്രജൻ ഇട്ട് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ശരിക്കും നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുക. ദേ ഇവിടെ ഇതിനെ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഒന്നുമില്ല, നിങ്ങൾ എഴുതുമ്പോൾ ഈ കാർബണിന്റെ ബോണ്ട് ഒന്നും കാണിക്കാണ്ട് എഴുതിയാൽ മതി. അപ്പൊ ഇതേപോലത്തെ ഒരു ഫോമിൽ കിട്ടും നമുക്ക്. മനസ്സിലായി? ഇനി അടുത്തതൊന്ന് നോക്കിയേ. അടുത്തതിന്റെ പേര് നമ്മൾ എങ്ങനെ ഇടാ? പേര് ഇവിടെ നോക്കുകയാണെങ്കിൽ എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5 5 കാർബൺ ഉള്ളതിനെ നമ്മൾ പെന്റ് എന്നാണ് വിളിക്കുക. പെന്റ് എന്നാണ് വിളിക്കുക. പെന്റ്. ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ആണ് വന്നിക്കണേ, അതുകൊണ്ട് YNE. ഇനി ട്രിപ്പിൾ ബോണ്ടിന്റെ പൊസിഷൻ പറയണം അല്ലെ? ഇവിടെ നിന്ന് നമ്പർ ഏതാ ശരിയാവില്ല, വലിയ നമ്പർ ആയിരിക്കും നമുക്ക് കിട്ടുക പൊസിഷൻ ആയിട്ട്. അപ്പൊ ഇവിടെ നിന്ന് നമ്പർ ചെയ്ത് നോക്കാം. അപ്പൊ 1 2 രണ്ടാമത്തെ കാർബണിൽ നിന്നാണ് ട്രിപ്പിൾ ബോണ്ട് സ്റ്റാർട്ട് ചെയ്യണേ. അപ്പൊ പൊസിഷൻ എന്ന് പറയുന്നത് 2 ആയിരിക്കും. അപ്പൊ പെന്റ് 2ene എന്ന് വിളിക്കാം. പെന്റ് 2ene, YNE, പെന്റ് 2ene. ഇനി ഹെപ്റ്റീന്റെ നിങ്ങൾ സ്വയം ഒന്ന് ചെയ്ത് നോക്കുക. ഹെപ്റ്റ് 3ene. അപ്പോൾ ഓക്കെ, ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നന്നായി പഠിക്കുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാം മക്കളെ. ബൈ.